ഇത്തവണ ക്രിസ്മസിന് നല്ല അടിപൊളി രുചിയിലുള്ള അങ്കമാലി സ്റ്റൈലിലുള്ള പോർക്ക് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അത് വളരെ എളുപ്പത്തില്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 1/2 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് കൊണ്ടുവന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു പച്ചമുളക് ചതച്ചത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചുവന്നുള്ളി ചതച്ചതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏതൊരു നോൺ വെജ് വെക്കുമ്പോഴും നമ്മൾ ചുവന്നുള്ളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ ഈ ഒരു ഡിഷിൽ വെളുത്തുള്ളിയാണ് നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 15 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് 80% വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 2.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒപ്പം തന്നെ ഒരു പച്ചമുളക് ചതച്ചത്, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കനം കുറച്ച് അരിഞ്ഞതാണ്. ഇനി അതുകൂടി ചേർത്ത് നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് തൊട്ടത് മൂപ്പിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഈ സവാളയൊക്കെ ഒന്ന് വാടി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മല്ലിപ്പൊടിയുടെ പച്ചമുണക്കൊന്ന് പോയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, കുരുമുളക് പൊടിയല്ല കേട്ടോ, കുരുമുളക് ചതച്ചതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്, അതുകൂടി ചേർത്തിട്ട് നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇത്രയും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഒന്നുകൂട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊന്നും ഒരുപാട് മൂത്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക്, അതിലെന്തെങ്കിലും വെള്ളമൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതോടുകൂടി ചേർത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയും ഇറച്ചി കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് പെരണ്ട് കിട്ടണം. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ പോർക്കിറച്ചി ഇളക്കി നന്നായിട്ട് വേവിച്ച് ഒന്ന് വരട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഏകദേശം ഒരു ബ്ലാക്ക് കളറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും പോർക്കിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് അതിന് നെയ്യൊക്കെ തേങ്ങാക്കൊത്തിലൊക്കെ പിടിച്ച് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് അങ്കമാലി സ്റ്റൈലിലുള്ള പോർക്ക് ഫ്രൈ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്തവണ ക്രിസ്മസിന് എല്ലാവരും ട്രൈ ചെയ്യണേ.